ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. 2 ദിവസമായി നമ്മൾ കണ്ടിട്ട്. വേറെ ഒന്നുമല്ല, ഇന്നലെ എനിക്ക് നല്ലൊരു തിരക്കുള്ള ദിവസമായിരുന്നു. എൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അവൾക്ക് 3 വയസ്സായി. അപ്പം അങ്ങനെ പരിപാടിയായിട്ടോ സെലിബ്രേഷനായിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവൾക്കൊരു കേക്ക് വാങ്ങി, ഒരു കുഞ്ഞു പരിപാടി, നമ്മളെ വീട്ടിലുള്ളവർ മാത്രമായിട്ടുള്ള കുഞ്ഞു പരിപാടി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ മിനിഞ്ഞാന്നാണെങ്കിൽ എനിക്ക് മോനൊട്ടും വയ്യ, അവന് പനിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാനൊക്കെ പോയപ്പം അവന് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇതൊക്കെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. അതാണ് 2 ദിവസം നമ്മൾ കാണാഞ്ഞത്. അപ്പം ഇന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കീമോ ടൈമിൽ നമ്മുടെ ഉറക്കം അതൊരു പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ്. നമുക്ക് നമ്മളെ ഒരു മനുഷ്യനെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സംഭവങ്ങളെന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട വേറെയും പലതും ഉണ്ട് കേട്ടോ. എന്നാലും എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 2 സംഭവം മനസ്സമാധാനത്തിലുള്ള ഉറക്കവും, നമുക്ക് കുഴപ്പങ്ങളൊന്നുമില്ലാതെ നല്ല ടേസ്റ്റോട് കഴിക്കാൻ പറ്റുന്ന ഫുഡ്. ഇത് രണ്ടും എനിക്ക് നിർബന്ധമാണ്. ഉറങ്ങിയില്ലേ പിറ്റത്തെ ദിവസം എനിക്ക് ഭയങ്കര മന്തിപ്പായിരിക്കും, തലയ്ക്ക് കനമായിരിക്കും, തലവേദനയായിരിക്കും, പല ബുദ്ധിമുട്ടുകളുണ്ടാവും. എന്ത് നമ്മളെ ഒരു ഡിപ്രഷൻ അവസ്ഥയായിരിക്കും. ഒന്നിനും തോന്നില്ല. നഞ്ച് കഴിച്ച കോഴിയെ പോലെ എന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെയാണ് ഫുഡ്. നമുക്ക് രുചിയോടുകൂടി ഭക്ഷണം കഴിക്കുക. ഇപ്പം ഇത്രയും കാലം ഈ ഒരു 1 ഇയറിന് മുന്നേ, ഇപ്പം 1 ഇയർ ആയല്ലോ എനിക്ക് അസുഖം വന്നിട്ട്. അപ്പം കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഡയഗ്നോസ് ചെയ്തത്. ഈ ഫെബ്രുവരി ആയപ്പോഴത്തേക്ക് 1 ഇയറായി. അപ്പോൾ അതിന് മുന്നേ, ആ ഒരു 1 ഇയറിന് മുന്നേ വളരെ രുചിയോട് കൂടിയും ടേസ്റ്റോട് കൂടിയും ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന പല ഫുഡുകളും എനിക്ക് കീമോ തുടങ്ങിയ ശേഷം കഴിക്കാൻ പറ്റിയിട്ടില്ല. രുചി ഇറങ്ങിയിട്ടില്ല. വെറുതെ ചവറ് പോലെ എന്തോ കഴിച്ചു പോയി എന്ന് മാത്രം. അപ്പോൾ ശരിക്കും ഞാൻ ഭക്ഷണത്തിൻ്റെ ആ ഒരു വിലയിറങ്ങിയ സമയമാണത്. എത്ര മനോഹരമായിട്ടായിരുന്നു നമ്മൾ ഓരോ ഭക്ഷണങ്ങളും ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്നത്. പലപ്പോഴും നമുക്ക് ഭക്ഷണങ്ങൾ നമ്മൾ നമുക്ക് നേരമില്ലായിട്ട് കഴിക്കാതെ നമ്മൾ ഇട്ടിട്ട് പോയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നതല്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും വിലപ്പെട്ടതായിട്ട് കാണുന്ന 2 സംഭവങ്ങളാണ്. ഒന്ന്, നമ്മളെ ആസ്വദിച്ച് കഴിക്കുന്ന നമ്മുടെ ഭക്ഷണവും, പിന്നെ നമ്മൾ ഒന്നും അറിയാതെ സുഖമായിട്ട് കിടക്കുന്ന ഒരു സമയം, ഉറക്കവും. അത് രണ്ടും എനിക്ക് നിർബന്ധമായിരുന്നു. പക്ഷെ അത് രണ്ടും എനിക്ക് പോയൊരു സമയം ഉണ്ടായിരുന്നു. അതെൻ്റെ കീമോ കാലഘട്ടമാണ്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഉറക്കത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടില്ല. ഇന്നലെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അവർക്ക് കീമോ തുടങ്ങിയ ശേഷം ഉറക്കം കിട്ടുന്നില്ല, രാത്രിയൊക്കെ ഉണർന്നിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതങ്ങനെ ഉണ്ടാവാറുണ്ടോ? ഞാൻ ഒരുപാട് പേഷ്യൻസിനെ കാണുന്നതല്ലേ, അപ്പം അങ്ങനെ പേഷ്യൻസിനൊക്കെ കണ്ടിട്ടുണ്ടോ, എനിക്കിങ്ങനെയായിരുന്നു എന്നുള്ള ചോദിച്ചൊരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച ഒരു വീഡിയോ അതിനെക്കുറിച്ച് പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ കീമോ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ 4 കീമോയ്ക്ക് എനിക്ക് പ്രോബ്ലങ്ങളൊന്നും വലിങ്ങനെ ഉണ്ടായിട്ടില്ല. എനിക്ക് ഭയങ്കര ഉറക്കമായിരുന്നു. സത്യം പറയുന്നതിന് എന്താ, കീമോ ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് മയക്കമായിരുന്നു. രാത്രിയെന്നില്ല പകലെന്നില്ലാത്ത മയക്കമായിരുന്നു. ഫുഡൊക്കെ കഴിക്കാൻ അമ്മ തട്ടി വിളിച്ചിട്ടായിരുന്നു എന്നെ ഉണർത്തിക്കൊണ്ടിരുന്നത്. ഭയങ്കര മയക്കമായിരുന്നു. എനിക്ക് ഒരു മിനിറ്റ് എവിടെയും കിടന്നാലും എനിക്ക് ഫോൺ നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ആരോടെയും സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എവിടെയെങ്കിലും അങ്ങ് ഇരുന്നാലൊക്കെ ഇങ്ങനെ മയങ്ങിപ്പോവായിരുന്നു. നല്ലൊരു മയക്കമായിരുന്നു അത്, ഒന്നും അറിയാത്തൊരു മയക്കം. പക്ഷേ അടുത്ത 4 കീമോയുടെ സമയത്ത് എനിക്ക് ഉറക്കം കുറവായിരുന്നു. ഉറക്കം കുറവ് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് കീമോ എടുത്ത് വന്നപ്പം ഞാൻ കുറച്ച് കിടന്നു. പിന്നെ അതിന് ശേഷം എനിക്ക് രാത്രി ഒന്നും ഒട്ടും ഉറക്കമില്ല. അപ്പം ഞാനിങ്ങനെ കിടന്നിട്ട്, ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു ആ കീമോയുടെയൊക്കെ സമയത്ത്. അപ്പം ഞാനും അമ്മയും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ അമ്മ വേറെ റൂമിലാണ്. അമ്മയ്ക്ക് പേടിയാണ് കേട്ടോ. അമ്മ എൻ്റെ കൂടെ കിടക്കണമെന്ന് ചോദിക്കും. ഞാൻ പറയും വേണ്ട, അമ്മ അപ്പുറത്ത് കിടന്നോ. പറഞ്ഞ പോലെ തന്നെ അമ്മയും ഒരു പേഷ്യൻ്റ് ആണല്ലോ. അമ്മയ്ക്ക് ഉറങ്ങിയില്ലെങ്കിൽ മൈഗ്രെയിൻ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരും. ഞാൻ അമ്മയോട് പറയും, അമ്മ അപ്പുറത്ത് കിടന്നു, എൻ്റെ കൂടെ കിടന്നാൽ ചിലപ്പോൾ അമ്മയ്ക്ക് ഉറക്കം വരില്ല. പക്ഷെ അമ്മയ്ക്ക് പേടിയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ രാത്രി എനിക്ക് വല്ല ഛർദിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേദനയോ ബുദ്ധിമുട്ടോ ഒക്കെ വരുമോ, അമ്മേനെ ഞാൻ വിളിച്ചാൽ അമ്മ കേൾക്കാതായി പോവോ, ഫാനിന് നല്ല സൗണ്ട് ആയതുകൊണ്ട് ചിലപ്പം വിളിക്കുന്നത് പുറത്തേക്ക് കേട്ടില്ലെന്ന് വരും, അപ്പം അങ്ങനെ കേൾക്കാണ്ടായി പോവോ എന്നൊക്കെയുള്ള ടെൻഷൻ കൊണ്ട് അമ്മ എന്നോട് ഇങ്ങനെ ചോദിക്കും കൂടെ കിടക്കണമെന്ന്. ഞാൻ പറയും വേണ്ട. കാരണം എനിക്ക് എൻ്റെ അവസ്ഥ നന്നായിട്ട് അറിയാം. നമ്മൾ കട്ടിലേക്ക് എന്തെങ്കിലും ഉരുളുക ചെയ്യുക, നമ്മൾ കൂടെ ഒരാൾ കിടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഉറങ്ങാൻ കൂടി പറ്റില്ല. ഒരു പെയിനും ബാക്കി ബുദ്ധിമുട്ടുകളും എന്തൊക്കെയോ അസ്വസ്ഥതയൊക്കെ ആയിട്ട് ചിലപ്പോൾ നമ്മൾ ഉറക്കത്തിലാണെങ്കിൽ പോലും കട്ടിലേന്ന് ഈ അറ്റത്ത് നിന്ന് ആ അറ്റം വരെ ഇങ്ങനെ ഉരുണ്ട സമയമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കും, എന്തിനാണ് വേറൊരാളെ കൂടെ ബുദ്ധിമുട്ടിക്കുന്നത്, അവരവിടെ കിടന്നോട്ടെ, ഉറങ്ങിക്കോട്ടെ. കാരണം പിറ്റേ എണീറ്റാലും ചിലപ്പോൾ പിറ്റേ നമുക്ക് കുറച്ച് ഉറങ്ങാൻ പറ്റും, അവർക്ക് ചിലപ്പോൾ ഉറങ്ങാൻ പറ്റില്ല. അവർക്ക് എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മളെ നോക്കുക തന്നെ ഉള്ളതൊരു പണിയല്ലേ. ഞാൻ പറയും വേണ്ട, അമ്മ അവിടെ കിടന്നു പറയും. അപ്പോൾ രാത്രിയുടെ ഏതോ ഒരു നല്ല സമയത്തൊക്കെ ഞാൻ എണീക്കും. 1 മണി, 1:30, 2 മണി ആ ടൈമിലൊക്കെ ഞാൻ
അറിയാതെ എഴുന്നേറ്റ് പോകും. പിന്നെ എനിക്ക് ഉറക്കമില്ല വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ 4 മണി 5 മണി വരെയൊക്കെ ഉറങ്ങാതിരിക്കും. അപ്പോൾ കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കും. പക്ഷേ ഫോണിൽ നോക്കുമ്പോൾ കണ്ണ് ഭയങ്കര ഡ്രൈ ആകുമായിരുന്നു. ആ സമയത്ത് കണ്ണ് ഭയങ്കര ഡ്രൈ ആയിട്ട് എനിക്ക് വേദന എടുക്കാൻ തുടങ്ങും. അപ്പോൾ ഞാൻ ഫോണിൽ നോക്കുന്നത് അവിടെ നിർത്തി വെച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതുവരെ സത്യം പറയാലോ ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ കേൾക്കാത്ത സൗണ്ടുകളൊക്കെ ഞാനിങ്ങനെ ചെവിയിലിങ്ങനെ കേൾക്കും. ചീവീടിൻ്റെ സൗണ്ടുകൾ, ഈച്ച ചിറകടിക്കുന്ന സൗണ്ട് വരെ കേൾക്കുമായിരുന്നു. അങ്ങനെയും രാത്രിയുടെ ആ ഒരു സമയം എന്ന് പറയുമ്പോൾ ഭയങ്കര നിശബ്ദമായ ടൈമാണല്ലോ. അപ്പം ഇങ്ങനെ ജീവികൾ കരയുന്നത്, ഇല അനങ്ങുന്ന സൗണ്ട് പോലും ഞാനിങ്ങനെ കേൾക്കും. പക്ഷെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ടുള്ള ഒരു സംഭവമാണത്. നമ്മൾ എല്ലാവരും ലോകം മൊത്തം ഉറങ്ങുന്ന ഒരു സമയം, പാതിരാത്രിയാണല്ലോ 1:30 എന്നൊക്കെ പറയുന്നത്, അത്രയും എല്ലാവരും ഉറങ്ങുന്ന ഒരു സമയം. നമ്മൾ മാത്രം ഇങ്ങനെ ഉണർന്നിരിക്കുക. അപ്പോൾ നമ്മളെ ചുറ്റിനുള്ള സൗണ്ടുകളും കാര്യങ്ങളും ഒക്കെ കേട്ട് നമ്മളിങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഉണർന്നിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. എന്തെങ്കിലും പ്രോഗ്രാമോ കാര്യങ്ങളോ ഒക്കെ ഉള്ളപ്പോഴല്ലാതെ ഞാൻ ആ ടൈമൊന്നും ഉണർന്നിരിക്കുന്ന ആളോ അല്ല ആ ടൈമൊന്നും ഫോൺ നോക്കി കാണുന്ന ആളോ സിനിമ കാണുന്ന ആളോ ഒന്നും അല്ല. എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലും സാഹചര്യത്തിലൊക്കെ ചിലപ്പോൾ ഉണർന്നിരിക്കുക, മക്കൾക്കൊക്കെ വയ്യാതാവുന്ന സമയത്തൊക്കെ ആ ടൈമിലൊക്കെ ചിലപ്പം മരുന്ന് കൊടുക്കാനൊക്കെ വേണ്ടി അലാറമൊക്കെ വെച്ച് ഉണരുക എന്നല്ലാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ പോകാനോ അങ്ങനെ എന്തെങ്കിലും രാവിലെ വെളുപ്പിനൊക്കെ എവിടെയും പോകാനൊക്കെ ഉണ്ടെങ്കിലൊക്കെ ആ ടൈമിലൊക്കെ ഉണർന്ന് കാര്യങ്ങൾ ചെയ്യാമെന്നല്ലാതെ ഒരിക്കൽ പോലും ഞാൻ ഉണർന്നിരിക്കാത്തൊരു ടൈമാണ് 1 മണി 2 മണി ഒക്കെ. പിന്നെ ഞാൻ ഇതിന് മുന്നേ നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന സമയം, നേഴ്സായിട്ട് നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത് ആ സമയത്തൊക്കെ ഉണർന്നിരിക്കുകയായിരുന്നു. അല്ലാതെ നമ്മൾ സമാധാനമായി വീട്ടിൽ ഉറങ്ങുന്ന സമയത്ത് ഒരിക്കലും ഉണർന്നിരിക്കാത്ത സമയമാണത്. എന്നെ സംബന്ധിച്ചോളം സത്യമായി ഭയങ്കര വിഷമം, ഞാൻ മാനസികമായി ഭയങ്കര സമ്മർദ്ദത്തിൽ വന്നൊരു സമയമാണ് ഈ ഉറക്കം നഷ്ടപ്പെട്ട സമയം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കും. നമുക്ക് അന്നേരം വേറെ നമ്മളെ കൂടെ ആരുമില്ല, എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ ഒരാളില്ല, എന്തെങ്കിലും നമ്മളൊന്ന് സമാധാനിപ്പിക്കാൻ ഒരാളില്ല, നമുക്കത് ഫോൺ നോക്കാൻ പറ്റുന്നില്ല. ചുറ്റുമുള്ള സൗണ്ടുകളൊക്കെ നമുക്ക് ഭയങ്കര അരോചകമായിട്ടുള്ളൊരു സമയം. അന്നേരം ആവശ്യമില്ലാത്ത ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരും. അസുഖം വന്നതും അസുഖത്തിന് മുന്നോട്ടുള്ള കാര്യങ്ങളും കീമോയുടെ കാര്യങ്ങളും. ഞാൻ ആ സമയത്താണ് സത്യം പറയണമെങ്കിലും എൻ്റെ ആ ഉറങ്ങാതിരുന്ന കുറച്ച് നാളുകളാണ് ഞാൻ എൻ്റെ അസുഖത്തിനെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിച്ചത്. അപ്പോൾ ചിന്തിക്കുമ്പോൾ ഞാൻ പല കാര്യങ്ങളും ഞാൻ ചിന്തിച്ചു. എൻ്റെ സർജറി ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, ഈശ്വര സർജറിന് എങ്ങനെയായിരിക്കും, സർജറി സക്സസ് ആയിരിക്കുമോ, അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കും, എനിക്ക് ഹോർമോൺ ഗുളിക തരുമോ, ഇതൊക്കെ ഡോക്ടർ തരും എന്നൊക്കെ പറഞ്ഞതാണ്. എന്നാലും ഞാൻ പിന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, എൻ്റെ ഹോർമോൺ ഗുളിക ഏതായിരിക്കും, അല്ലെങ്കിൽ ഏത് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയായിരിക്കും, എൻ്റെ മുടിയൊക്കെ പോയില്ലേ, എനിക്ക് ഡ്യൂട്ടിക്ക് എപ്പോൾ പോകാൻ കഴിയും, ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ആൾക്കാർ എന്നോട് എന്താ ചോദിക്കുക, അല്ലെങ്കിൽ പേഷ്യൻസിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ പേഷ്യൻസ് എന്നോട് എന്ത് ചോദിക്കും, ഞാൻ അവരോട് എന്ത് പറയും, എനിക്ക് റിക്കവർ ആകാൻ കഴിയുമോ, എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ കഴിയുമോ, എനിക്ക് അപ്പോഴൊക്കെ ഫുൾ ബോഡി പെയിനൊക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴായിരിക്കും ഈ പെയിനൊക്കെ ഒന്ന് കുറഞ്ഞാൽ സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാം, ഒന്ന് മനസ്സമാധാനത്തോടെ എപ്പോൾ ഉറങ്ങാൻ കഴിയും. ഇങ്ങനെ വേണ്ടാത്ത ചിന്തകൾ എൻ്റെ മക്കളെക്കുറിച്ച്, ഹസ്ബൻഡിനെക്കുറിച്ച്, ഫാമിലിയെക്കുറിച്ച് വേണ്ടാത്ത ചിന്തകൾ മാത്രമേ അന്നേരം മനസ്സിൽ വരുള്ളൂ. അങ്ങനെ കുറേ കുത്തിരി ചിന്തിക്കുമ്പോൾ പിന്നെ എനിക്ക് എന്ത് പറയും, വട്ട് പിടിക്കും പോലെയോ, ഈശ്വര എന്ത് ചെയ്യുമോ, അമ്മയെ പോയി വിളിച്ചാലോ. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ട, ആ പണിയൊക്കെ കഴിഞ്ഞ് കിടന്ന് ഉറങ്ങുന്ന ഒരു സമയത്ത് ഞാൻ ഇടയ്ക്കിങ്ങനെ പോയി വിളിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ഉറക്കം അവിടെ പോയി. വീട്ടിൽ നിന്ന് അമ്മയ്ക്ക് തലവേദനയായിരിക്കും. അപ്പോൾ എനിക്ക് അമ്മയെ വിളിക്കേണ്ട, അമ്മ അവിടെ കിടക്കട്ടെ, കുറച്ച് എഴുന്നേറ്റ് കുത്തിരിക്കും. ബാത്റൂമിൽ എൻ്റെ വീട്ടിൽ അകത്ത് ബാത്റൂം ഇല്ലാത്തതുകൊണ്ട് പുറത്തായിരിക്കും. ഞാൻ ബാത്റൂമിൽ പോകും. പക്ഷേ ബാത്റൂമിൽ പോകുമ്പോഴൊക്കെ പേടി, അമ്മ എപ്പോഴും പറയും ബാത്റൂമിൽ പോകുമ്പോൾ വിളിച്ചിട്ടേ പോകാവുള്ളൂ. കാരണം എനിക്ക് ആ സമയത്ത് ഒട്ടും ബോഡി ബാലൻസ് ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ ഭിത്തിക്കൊക്കെ പിടിച്ച് പോകണം. എന്നിട്ട് ബാത്റൂമിൽ പോയിട്ടുണ്ടെങ്കിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എഴുന്നേക്കാൻ പറ്റില്ല, മുട്ടിന് ഭയങ്കര വേദനയായിരുന്നു, ഭയങ്കര ബാലൻസ് ഇല്ലാണ്ടായി പോയിട്ടേ ഭയങ്കര എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളായിരുന്നു. എഴുന്നേൽക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ വേച്ച് പോകുമായിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെയോ പിടിച്ചൊക്കെ എഴുന്നേക്കും. എന്നിട്ട് പയ്യെ പിന്നെ വന്ന് കിടക്കും. പിന്നെ കുറച്ച് ഫോൺ നോക്കുമ്പോൾ കണ്ണിങ്ങനെ വല്ലാണ്ട് കട്ടച്ചിലെടുക്കാൻ തുടങ്ങി. അപ്പം ഞാൻ എനിക്ക് എന്താ ഇപ്പോൾ ഒരു സൊല്യൂഷൻ, എനിക്ക് ഉറക്കം തിരിച്ചു വരാൻ എന്താ ഒരു സൊല്യൂഷൻ എന്ന് കുറേ ആലോചിച്ചു. ഒരു രക്ഷയില്ല. അപ്പം ഞാൻ കണ്ടെത്തിയ ഒരു മാർഗം അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. ഞാൻ എന്താ കണ്ടെത്തിയെന്നുള്ളത് അത് എനിക്ക് മാത്രമാണോ നിങ്ങൾക്കത് യൂസ് ആവുമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് എൻ്റെ ഉറക്കം തിരിച്ച് കിട്ടിയത്, ഞാൻ മെഡിസിൻ കീമോ ചെയ്ത് വന്നൊരു 3 ദിവസം നമുക്ക് സ്ലീപ്പിംഗ് പിൽസ് അവിടെ നിന്ന് തരുന്നുണ്ട്. പക്ഷേ ആ 3 ദിവസം ആ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ച് ഉറങ്ങിക്കഴിഞ്ഞ് പിന്നത്തെ ദിവസങ്ങളിൽ നമുക്ക് സ്ലീപ്പിംഗ് പിൽസ് അവർ തരുന്നില്ല. അപ്പോൾ നമുക്ക് തന്നെ ഉറക്കം വരണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഈ സമയത്ത് നമുക്ക് ഉറക്കം വരത്തില്ല, എന്തോ ഉറക്കം സമയത്തില്ല. അപ്പം ഞാൻ ഉറക്കം വരാൻ വേണ്ടി ഞാൻ സ്വയം കണ്ടുപിടിച്ചത്, എനിക്ക് ആരോടും ആ സമയത്തൊന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല. പിറ്റേന്ന് പകലൊക്കെ കുറച്ച് കിടന്നുറങ്ങും. പിന്നെ എല്ലാവരും എന്നോട് കണ്ണൊക്കെ കാണുമ്പോൾ എന്നോട് ചോദിക്കും, നീ കരഞ്ഞോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. ഹസ്ബൻഡ് വിളിക്കുമ്പോൾ പിറ്റേന്ന് വീഡിയോ കോളൊക്കെ വിളിക്കുമ്പോൾ എന്നോട് ചോദിക്കും, എൻ്റെ കണ്ണെന്തെങ്ങനെ വീർത്തിരിക്കും, എൻ്റെ മുഖം എന്തെങ്ങനെ വീർത്തിരിക്കും, നീ ഇന്നലെ രാത്രി നീ ഉറങ്ങിയില്ലേ, സിനിമ കാണായിരുന്നു എന്നൊക്കെ ചോദിക്കും.
ഞാൻ എനിക്ക് ഉറക്കം വന്നില്ല. എന്താ എനിക്ക് ഉറക്കം വരാത്തത്? എന്താ അവരോട് പറയണ്ടേ? എനിക്കറിയില്ല എന്താ ഉറക്കം വരാത്തത്. എല്ലാം നോക്കി നീ എന്താ ഉറങ്ങാത്തത്, എന്താ ഉറക്കം വരാത്തത്? നമ്മൾ എന്താ അവരോട് മറുപടി പറയണ്ടേ? നിങ്ങൾക്ക് എന്താ ഉറക്കം വരാത്തത് നിങ്ങൾ പറ. എനിക്കറിയില്ല, എനിക്ക് എന്താ ഉറക്കം വരാത്തത് എനിക്കറിയില്ല. എന്തോ മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ എന്തോ നമ്മുടെ ശരീരത്തിൽ ആ ഒരു കീമോയുടെ സംഭവം കിടന്നിങ്ങനെ ഇതാവുന്നത് കൊണ്ടോ എന്താണെന്നറിയില്ല, ഇനി ഉറക്കം വരില്ല. അതിനൊരു പ്രത്യേകിച്ച് കാരണങ്ങളില്ല, ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല. ചുമ്മാ ഈ ഉറങ്ങാതിരിക്കുമ്പോഴാണ് നമുക്ക് ടെൻഷൻ വരുന്നത്, നമ്മൾ പല ചിന്തകളും ചിന്തിക്കുന്നത്. അല്ലാതെ എനിക്ക് ടെൻഷനൊന്നും ഇല്ലായിരുന്നു. ഒന്ന് സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെൻറ്റ് ആണല്ലോ, അതുകൊണ്ട് ടെൻഷനും കാര്യങ്ങളും വലിയ ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാനിങ്ങനെ വിചാരിച്ചു, പകലൊട്ടും ഉറങ്ങരുത്. എത്ര ഉറക്കം വന്നാലും നമ്മൾ കിടക്കുകയാണല്ലോ, എത്ര ഉറക്കം വന്നാലും എന്ത് സംഭവിച്ചാലും പകൽ ഉറങ്ങരുതെന്ന് ഞാൻ ദൃഢനിശ്ചയമെടുത്തു. പകൽ ഉറങ്ങി നമുക്ക് രാത്രി ഉറക്കം വരത്തില്ല. ഇനി രാത്രി ഉറങ്ങിയില്ലെങ്കിലും വേണ്ടില്ല, പകൽ ഉറങ്ങരുത് എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ പകൽ കിടക്കും, പക്ഷേ ഉറങ്ങാതിരിക്കാൻ കണ്ണിൽ ഈർക്കിൽ കുത്തി വെക്കേണ്ട അവസ്ഥയായിരുന്നു. ഞാൻ ഉറക്കം വരുമ്പോൾ ഞാൻ പയ്യെ എഴുന്നേക്കും, എന്നിട്ട് വെള്ളമൊക്കെ കുടിക്കും, മുഖം കഴുകും, വീണ്ടും വന്ന് കിടക്കും. കുറച്ച് ഇരിക്കുമ്പോൾ ഭയങ്കര പൊടിപ്പനായിട്ട് പിന്നെയും വന്ന് കിടക്കും. കിടന്ന് പിന്നെ കുറച്ച് ഫോണ് കാണും. വായിക്കാനൊന്നും പറ്റില്ലായിരുന്നു, കണ്ണ് ഭയങ്കര സ്ട്രെസ് ആയതുകൊണ്ട് വായിക്കാനൊന്നും പറ്റില്ലായിരുന്നു. എന്നാലും കുറച്ച് ഫോണ് കാണും. ഞാൻ പ്രെയറുകൾ കേൾക്കുമായിരുന്നു, ഒരുപാട് പ്രെയറുകൾ കേൾക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, പ്രെയർ ഓൺ ചെയ്ത് എൻ്റെ തലനയുടെ സൈഡിൽ വെച്ചിട്ട് ഞാനതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഉറക്കം വരുമ്പോൾ അത് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞാൻ വീണ്ടും എഴുന്നേക്കും, കുറച്ച് വെള്ളം കുടിക്കും, കുറച്ച് പയ്യെ അകത്തൂടെ തന്നെ നടക്കും, കുറച്ച് വീടിൻ്റെ സിറ്റൗട്ടിലൊക്കെ പോയിരിക്കും, പുറത്തെ കാഴ്ചകളൊക്കെ കാണും, വീണ്ടും തിരിച്ചു വരും. അങ്ങനെ ഞാൻ എന്താ പറയുക, നേരം വൈകുന്നേരമാക്കും അല്ലെങ്കിൽ രാത്രിയാക്കും. പിന്നെ കുറേശ്ശെ എന്തെങ്കിലുമൊക്കെ കഴിക്കും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഛർദ്ദിക്കും. ഛർദ്ദി വലിങ്ങനെ ഇല്ലായിരുന്നു, എന്നാൽ കൂടെ കുറച്ച് ഛർദ്ദിക്കും. പിന്നെ കുറച്ച് അമ്മയുടെ കഥയൊക്കെ പറഞ്ഞിരിക്കും. അങ്ങനെ എൻ്റെ നേരം ഞാൻ വൈകുന്നേരമാക്കി, രാത്രിയാക്കി. പിന്നെ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി നോർമലായി ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഉറങ്ങും, പക്ഷേ എഴുന്നേൽക്കുന്നത് ഈ 1 മണി 2 മണി ആ ഒരു ടൈമിൽ എഴുന്നേൽക്കും. അപ്പോൾ ഞാൻ അങ്ങനെ എഴുന്നേറ്റാൽ തന്നെ വീണ്ടും എനിക്ക് ഉറക്കം വരാൻ ഞാൻ ചെയ്ത കാര്യങ്ങൾ എൻ്റെ മൈൻഡ് കംപ്ലീറ്റ്ലി ഫ്രീ ആക്കി. ഞാൻ ഒരു ചിന്തകളും ആവശ്യമില്ലാത്ത ഒരു ചിന്തകളും ഒരു തോട്ട്സും ഞാൻ എൻ്റെ മനസ്സിലേക്ക് എടുത്തില്ല. ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും ഞാൻ 100 തൊട്ട് അങ്ങനെ ഉറക്കം പോകുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ മൈൻഡ് ഞാൻ കണ്ണടച്ച് കിടക്കും. എന്നിട്ട് 100 തൊട്ട് ബാക്കോട്ട് എണ്ണാൻ തുടങ്ങും, ഇങ്ങോട്ട് 0 വരെ. അങ്ങനെ ഞാൻ 2 തവണ, ആദ്യത്തെ ഒരു ദിവസം അത് വലിയ വർക്കൗട്ടായില്ല, പക്ഷേ രണ്ടാമത്തെ ദിവസവും ഞാൻ അങ്ങനെ 100 തൊട്ട് ബാക്കോട്ട് എണ്ണി തുടങ്ങി. 100 തൊട്ട് 100, 99, 98, 97 എന്ന് പറഞ്ഞ മനസ്സിൽ ഇങ്ങനെ കൗണ്ട് ചെയ്ത് ആ ഒരു കൗണ്ട് ചെയ്ത് ഞാൻ എപ്പോഴാണ് ഉറങ്ങുന്നത് പിന്നെ എനിക്ക് അറിയാണ്ടായി. അങ്ങനെ കൗണ്ട് ചെയ്ത് ഒരു ഇങ്ങനെ ലാസ്റ്റ് എപ്പോഴോ എത്തുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോവും. പിന്നെ ഇങ്ങനെ അറിയുന്നില്ല, ആ ഉറക്കം ഞാൻ നന്നായിട്ട് ഉറങ്ങാൻ തുടങ്ങി. എൻ്റെ മൈൻഡ് ഭയങ്കരമായിട്ട് ഫ്രീ ആയി. അത് ശരിക്കും പറഞ്ഞാൽ ഒരു മെഡിറ്റേഷൻ പോലെയാണ്. മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മൈൻഡ് നല്ല ഒരു സ്ട്രെസ് ഫ്രീ ആണ്, നമുക്ക് ഉറക്കവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 2 ദിവസം മെഡിറ്റേഷൻ പോലെ ഞാനിങ്ങനെ നമ്പർ ഇങ്ങനെ ബാക്കോട്ട് എണ്ണി ആ 2 ദിവസം അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പയ്യെ ഞാൻ എപ്പോഴോ ഉറങ്ങിപ്പോകുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. അങ്ങനെ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ അത് അങ്ങനെ കുറച്ച് ദിവസം ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഇതായല്ലോ, ഒരാഴ്ചയുള്ളൂ കേട്ടോ. ഈ ഒരു പീരീഡ് ഒരാഴ്ചയേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഒട്ടും ഉറക്കമില്ലാതെ ഒരാഴ്ചയായിരുന്നു. ആ ഒരു പീരീഡാണ് ഞാൻ എനിക്ക് ഷെയർ ചെയ്തത്. അങ്ങനെ ഞാൻ പിന്നെ എന്ത് ചെയ്തു, പിന്നെ അടുത്ത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാട്ട് വെക്കും. നല്ല മെലഡി സോങ്ങുകളുണ്ടല്ലോ, നമുക്ക് നല്ല കംഫർട്ടായിട്ടുള്ള സോങ്ങുകൾ, രാത്രിയൊക്കെ കേൾക്കാൻ പറ്റി നല്ല ഉറക്കം വരുന്ന സോങ്ങുകൾ. ആ സോങ് പ്ലേ ചെയ്ത് എൻ്റെ സൈഡിൽ അവിടെ വെച്ച് ഇങ്ങനെ കണ്ണടച്ച് ഞാൻ എൻ്റെ നമുക്ക് നല്ല സന്തോഷമുള്ള കുറേ ടൈമുകൾ ഉണ്ടാവുമല്ലോ. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്ന ടൈം എൻ്റെ കല്യാണം നിശ്ചയിച്ചിരുന്ന ടൈം, എൻ്റെ പിന്നെ ഹസ്ബൻഡുമായിട്ട് പുറത്ത് പോയിക്കൊണ്ടിരുന്ന ടൈം, പിന്നെ ആ കല്യാണത്തിൻ്റെ ടൈം, പിന്നെ എൻ്റെ നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾക്ക് കുറേ നല്ല ടൈമുകളൊക്കെ ഉണ്ടാവില്ലേ, നമ്മൾ യൂത്ത് ഫെസ്റ്റിവൽ നമ്മളെ ഫ്രണ്ട്സുമായിട്ട് ആ ഒരു ചിലവഴിച്ച നല്ല ടൈമുകൾ, പിന്നെ വീട്ടിലെ കുറേ നല്ല മൊമെൻറ്റ്സുകൾ, പിന്നെ എൻ്റെ കുട്ടി ഉണ്ടായ ആ ടൈം, അതൊക്കെ ഞാൻ വളരെ മനോഹരമായി പ്രഷ്യസായി എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന കുറേ നല്ല ടൈമുകളുണ്ട്. ആ ടൈമുകളെല്ലാം ഞാനിങ്ങനെ ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഞാനതിങ്ങനെ മനസ്സിലിങ്ങനെ അതങ്ങനെ മനസ്സിലിങ്ങനെ വരും. അങ്ങനെ കുറേ നേരം പാട്ടൊക്കെ കേട്ട് ആ ഒരു നമ്മളിങ്ങനെ നല്ല ആലോചനയിലൊക്കെ ഇങ്ങനെ മുഴുകി പയ്യെ ലയിച്ച് അങ്ങ് ഉറങ്ങും.
അങ്ങനെയാണ് ഞാൻ എൻ്റെ ഉറക്കത്തിനെ തിരിച്ചു കൊണ്ടുവന്നത്. കാരണം നമുക്ക് ഈ സ്ലീപ്പിംഗ് പിൽസ് സ്ഥിരമായിട്ടൊന്നും ഡോക്ടേഴ്സ് തരില്ല. ഉറക്കമില്ല എന്ന് പറഞ്ഞാൽ 1-2 ദിവസം തരും എന്നല്ലാതെ അവർ സ്ഥിരമായിട്ട് സ്ലീപ്പിംഗ് പിൽസ് തരില്ല. പിന്നെ നമ്മൾ തന്നെ ഉറക്കം ഉണ്ടാക്കുക, അത് തന്നെ, വേറെ നിവൃത്തിയൊന്നുമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ പകൽ നമ്മൾ ഉറങ്ങരുത് എന്നുള്ള. രാത്രി ഉറങ്ങാത്തത് കൊണ്ട് തന്നെ പകൽ നമ്മൾ ഉറങ്ങും, നമുക്ക് നല്ല ക്ഷീണം ഉണ്ടാവും. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പകൽ നമ്മൾ ഉറങ്ങരുത് എന്നുള്ളത് തന്നെയാണ്. പിന്നെ രാത്രി നമ്മൾ നേരത്തെ കിടക്കുക, കിടന്ന് കഴിഞ്ഞിട്ട് എപ്പോഴാണോ നമ്മൾ അറിയാതെ ഉണർന്ന് പോകുന്നത് അതിന് ആ ഉറക്കം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത്, ആ ഉറക്കം ഉണർന്ന് കഴിഞ്ഞിട്ട് പിന്നെ നെഗറ്റീവായ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ നമ്മൾ ഇതുപോലെ മെഡിറ്റേഷൻ ചെയ്യും പോലെ നമ്പേഴ്സ് റിവേഴ്സ് ആയിട്ട് എണ്ണോ അല്ലെങ്കിൽ നല്ല നല്ല മെലഡി സോങ്ങോ കാര്യങ്ങളോ വെച്ച് അടുത്ത് വെച്ചിട്ട് കേട്ടിട്ട് നമ്മുടെ നല്ല നല്ല നെഗറ്റീവായ ചിന്തകൾ ഒഴിച്ച് നമ്മൾ നല്ല പോസിറ്റീവായ ചിന്തകൾ മനസ്സിൽ വെച്ചാൽ ഇനിയും നമുക്ക് വരാൻ പോകുന്ന നല്ല പോസിറ്റീവായ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഒരു ദിവാസ്വപ്നം കാണാമെന്ന് പറയില്ലേ, അതുപോലെ നമ്മൾ അങ്ങനെ നടക്കാനുള്ള കാര്യങ്ങളോ നടന്ന കാര്യങ്ങളോ ഒക്കെ നല്ല സ്വപ്നങ്ങൾ കണ്ട് നമ്മൾ ആലോചിച്ച് പയ്യെ ഉറങ്ങുക എന്നുള്ളതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. നിങ്ങൾക്കത് എത്രത്തോളം എഫക്റ്റീവാണെന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ ചെയ്ത ടിപ്സാണ്. ഇങ്ങനെ ചെയ്ത് അങ്ങനെ ഒരാഴ്ചയോളം അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരാഴ്ച കഴിഞ്ഞപ്പം ഏകദേശം എൻ്റെ ഉറക്കം ഓക്കെ ആയി. പിന്നെ എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ ലാസ്റ്റ് കീമോ വരെ ഇങ്ങനെ ഓക്കെയാണ്. ഇന്നൊക്കെ എനിക്ക് ഉറക്കത്തിൻ്റെ പ്രശ്നമില്ല, ഞാൻ ഓക്കെയാണ്. ഞാൻ കറക്റ്റ് കിടക്കുക കുറച്ച് വൈകിട്ടാണ്, 11 മണിയൊക്കെ ആവും കിടക്കാൻ. രാവിലെ പിന്നെ 5:30-6 മണി ആ ടൈം ആകുമ്പോൾ അലാറം വെച്ച് എണീക്കുന്നതാണ്. അല്ലെങ്കിൽ എണീക്കൊന്നുമില്ല, അല്ല 10 മണി വരെ വേണേൽ കിടന്നുറങ്ങും. അലാറം വെച്ച് എഴുന്നേക്കും. അല്ലാതെ എനിക്ക് ഉറക്കത്തിൽ അതിൻ്റെ ഇടയ്ക്ക് ഉണർന്ന് പോവുമോ അല്ലെങ്കിൽ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ആരെങ്കിലും വിളിച്ചാൽ എണീക്കാന്നല്ലാതെ തന്നെ ഉണർന്ന് പോവുമോ എൻ്റെ ഉറക്കം നഷ്ടപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ചെയ്ത ടിപ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാം. അതല്ല നിങ്ങൾക്ക് വല്ല ടിപ്സൊക്കെ അറിയെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ഇടൂ, നമ്മളെ ബാക്കിയുള്ള ആൾക്കാർക്കും കൂടെ ഒരു ഉപകാരമാവട്ടെ. ഇനി എപ്പോഴെങ്കിലും ഉറക്കം നഷ്ടപ്പെട്ടാൽ എനിക്കും നിങ്ങളുടെ ടിപ്സൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. എല്ലാവരും നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിനും ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഉറക്കം മിസ് ചെയ്യാതിരിക്കുക. അപ്പം എപ്പോഴും നമ്മൾ മൈൻഡ് ഫ്രഷ് ആക്കി വെക്കാൻ ശ്രമിക്കുക. നമ്മൾ രോഗിയാണെന്നോ അല്ലെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആളാണെന്നോ ഒന്നും ചിന്തിക്കാതെ കിടന്ന് ഫ്രഷായിട്ട് നല്ല ചിന്തകൾ മാത്രം വെച്ച് ഉറങ്ങാൻ ശ്രമിക്കുക. ഉണരുമ്പോഴും നല്ല ചിന്തകൾ, നല്ല പോസിറ്റീവായ ചിന്തകൾ മാത്രം വെച്ചിട്ട് എഴുന്നേൽക്കുക. ഇന്ന് നമ്മൾ എന്ത്, നാളെ നമ്മൾ എന്ത് എന്നൊന്നും നമ്മൾ തൽക്കാലം ചിന്തിക്കേണ്ട. നമുക്ക് നല്ലൊരു നാളെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടെ തന്നെ മുന്നോട്ട് നീങ്ങുക. ആരും ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നമ്മൾ അസുഖം എല്ലാം സർവൈവ് ചെയ്ത് തിരിച്ചു വരും. അപ്പം ഞാൻ പേഷ്യൻസിനോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമാണ്. പലരും ഉറക്കമില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമാണ്. ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഒരുപാട് പേർക്ക് കാണുന്ന ഒരു പ്രോബ്ലമാണ് ഈ ഉറക്കമില്ലായ്മ. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സ്ലീപ്പിംഗ് പിൽസ് എടുക്കുന്ന ആൾക്കാരുണ്ട്, ഉറക്കമില്ലാത്തവരുണ്ട്. അപ്പം ഞാൻ അറിയുന്ന ആൾക്കാരോടൊക്കെ, ഞാൻ കാണുന്ന പേഷ്യൻസിനോട് പറയുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. എനിക്കും ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെയാണ് അതിനെ കൈകാര്യം ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. നിങ്ങൾക്കിത് ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾ ഇത് യൂസ് ചെയ്യുക. അപ്പം വേറൊരു വീഡിയോയുമായിട്ട് നാളെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കാണാം. ബൈ.